ഹാരിയസ് ഫ്രേസൽ വെർബ് നിങ്ങൾക്കൊരു പ്രശ്നമാണോ? അതിന് 4 മാർക്ക് പോകും എന്നുള്ള ടെൻഷൻ ഉണ്ട് നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ മക്കളെ, വെൽക്കം ടു A2 ഐ ആം ജസ്ന, യുവർ ഇംഗ്ലീഷ് ട്യൂട്ടർ. സോ നമ്മളിത് പഠിക്കാൻ വേണ്ടി പോകുന്നത്, സെറ്റ് ആക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫ്രേസൽ വെർബ് ആണ് എന്നുള്ളതാണ്. SSLC എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആണല്ലേ ഈ ഫ്രേസൽ വെർബ്. 4 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റനും കൂടിയാണ് ഈ ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ എങ്ങനെ ഫ്രേസൽ വെർബ് എന്ന് പഠിക്കണം എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയാൽ ആ 4 മാർക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൺഫേം ആക്കാം എന്നുള്ളതാണ്. സോ മക്കളെ, എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എന്നുള്ളതാണ്. സോ ആദ്യം തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം, എന്താണ് ഈ ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ അല്ലേ? ഓക്കെ, അപ്പൊ വേർബ് എന്ന് പറയാൻ മക്കളെ നിങ്ങൾക്ക് അറിയാലോ, വേർബ് എന്ന് പറയാൻ എന്താണ്? ക്രിയയാണ് അല്ലെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കാണ് ഈ വേർബ് എന്ന് പറയാം. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാല്, അതായത് ഈ വേർബിന്റെ കൂടെ ഒരു അഡ്വേർബ് അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ വരുമ്പോൾ നമുക്ക് കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ഫ്രേസൽ വെർബ് എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ നോക്കാം, ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ ലുക്കപ്പ് എന്ന് നിങ്ങൾ കണ്ടല്ലോ, ലുക്ക് അപ്പ് അല്ലെ. ഇതിലെ ലുക്ക് എന്താണ്, നമ്മുടെ വേർബ് ആണ്. എന്നാൽ അതിന് കൂടെ അപ്പ് കൂടിയിട്ട് നമ്മൾ ലുക്കപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വെർബ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് പക്ഷേ ഈ ലുക്ക് അഥവാ അല്ലെങ്കിൽ ഒരു വേർബിന്റെ കൂടെ അഡ്വേർബ് അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ വന്നിട്ട് നമുക്ക് കിട്ടുന്ന ഈ ഫ്രേസൽ വെർബിന് ആ വേർബിന്റെ അതേ മീനിങ് ആണോ വരിക എന്നുള്ളൊരു സംശയം ഉണ്ടാവും അല്ലെ. എടാ, അതിന്റെ ഫംഗ്ഷൻ ഒക്കെ ഏകദേശം സെയിം ആണ്, പക്ഷേ അതിന്റെ മീനിങ്ങിൽ ഡിഫറൻസ് വരും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്ക്, കോൾ ഇറ്റ് എന്ന് നിങ്ങൾ കണ്ടോ. കോൾ എന്ന് പറഞ്ഞാൽ എന്താ, വിളിക്കുക എന്നാണ് അല്ലെ. പക്ഷെ കോൾ ഇറ്റ് എന്ന് പറഞ്ഞാൽ നേരെ വിളിക്കുക എന്നാണോ? നോ, അതിന്റെ മീനിങ് വരുന്ന എന്താടാ, ടു വിസിറ്റ് എ പ്ലേസ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, നമ്മളൊരു പ്ലേസ് ഒക്കെ വിസിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ നോർമലി എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. നമുക്ക് കോൾ ഇറ്റ് എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, ഗോ ഓൺ എന്ന് പറയാം. ഗോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോവുക എന്നുള്ളതാണ്. സോ ഗോ ഓൺ എന്ന് പറഞ്ഞാല് മേലെ പോവുക എന്നുള്ളതാണോ? നോ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സംഭവം അല്ലേ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തോ എന്നൊക്കെ പറയാം അല്ലെ. ഇപ്പൊ ഒരാൾ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ഡാൻസോ കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, എന്ത് പറയാം, യെസ് ഓക്കെ ഗോ ഓൺ എന്ന് പറയാം. അതായത് ഓക്കെ കണ്ടിന്യൂ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, സോ ഇംഗ്ലീഷിൽ നമുക്ക് ഒരുപാട് ഫ്രേസൽ വെർബ് ഉണ്ട്, ഏകദേശം 5000-ലധികം ഫ്രേസൽ വെർബ് ഉണ്ട് എന്നുള്ള. പക്ഷെ ഇതെല്ലാം കൂടി നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുമോ? നോ. പക്ഷേ നമുക്ക് എന്ത് പഠിക്കാം, SSLC എക്സാമിന് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ചോദിച്ചു വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രേസൽ വെർബ് ഉണ്ട്. ആ ഫ്രേസൽ വെർബ്സ് നമുക്ക് പഠിച്ചെടുത്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ് അതിന്റെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, സോ ഇവിടെ നോക്ക്, കാൾ ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിമാൻഡ് എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, ദെൻ കാൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ. കാൾ ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിസിറ്റ് എ പ്ലേസ്. നമ്മളൊരു ഒരു പ്ലേസ് ഒക്കെ വിസിറ്റ് ചെയ്യുന്നതിനാണ് കാൾ അറ്റ് എന്ന് പറയാം. കാൾ ഓൺ എന്ന് പറഞ്ഞാലോ വിസിറ്റ് എ പേഴ്സൺ ആണ് അല്ലെ. നമ്മളൊരു വ്യക്തിയൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കാൾ ഓൺ എന്ന് പറയാം. ദെൻ കാൾ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കീഴടങ്ങുക, സമാൻ എന്ന് പറയാം കേട്ടോ. ദെൻ നെക്സ്റ്റ് കം അക്രോസ് എന്ന് പറഞ്ഞാൽ മീറ്റ് ഓർ ഫൈൻഡ് ബൈ ചാൻസ് എന്നൊക്കെ പറയും. അതായത് നമ്മൾ യാദൃശികമായിട്ടൊക്കെ നമ്മൾ കാണുന്നതിനൊക്കെയാണ് എന്ത് പറയാ, യെസ് ഇവിടെ കം അക്രോസ് എന്ന് നമ്മൾ കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ പെട്ടെന്ന് യാദൃശികമായിട്ട് ഇന്റൻഷനെ ഒന്നല്ലാതെ നമ്മൾ കണ്ടെത്തുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുന്നതിന് ഇതിനൊക്കെ നമുക്ക് കം അക്രോസ് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് നോക്ക്, എൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ബി ഇൻ എ പ്ലേസ് ഓർ എ സിറ്റുവേഷൻ അല്ലെ. ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസിലൊക്കെ ആയിരിക്കുന്നതിനാണ് നമ്മൾ എൻഡ് അപ്പ് എന്ന് യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഗെറ്റ് അലോങ്. ഗെറ്റ് അലോങ് എന്ന് പറഞ്ഞാൽ എന്താണ്, മേക്ക് എ ഫ്രണ്ട്ലി റിലേഷൻ മാനേജ് എ സിറ്റുവേഷൻ. നമ്മൾ സിറ്റുവേഷൻ ഒക്കെ മാനേജ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെ ഒരു റിലേഷനിലൊക്കെ അതൊക്കെ മേക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, പൊതുവെ ഗെറ്റ് അലോങ് യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നോക്ക്, ഗെറ്റ് അവേ, എസ്കേപ്പ്. എസ്കേപ്പ് എന്ന് പറയാറുണ്ട് അല്ലെ, രക്ഷപ്പെടുക. അപ്പൊ രക്ഷപ്പെടുന്ന ഈ എസ്കേപ്പ് എന്നുള്ളതിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഗെറ്റ് അവേ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നോക്ക്, ഗെറ്റ് ഓവർ, റിക്കവർ ഫ്രം ഓവർകം. എന്തെങ്കിലുമൊക്കെ സംഭവം നമ്മൾ തരണം ചെയ്തതിന് അല്ലെ, ഓവർകം ചെയ്യുന്നതിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഗെറ്റ് ഓവർ എന്ന് പറയാം. ദെൻ ഗെറ്റ് ത്രൂ എന്ന് പറഞ്ഞാലോ സക്സീഡ് ഇൻ ആൻ എക്സാം കോമ്പറ്റീഷൻ അല്ലെ. ഒരു കോമ്പറ്റീഷനിൽ എക്സാമിലൊക്കെ നമ്മൾ സക്സീഡ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഗെറ്റ് ത്രൂ എന്ന് പറയാം. ദെൻ ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നോർമലി അല്ലെ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ കേട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ ഗെറ്റ് അപ്പ് എന്ന് പറയുന്നത് അല്ലെ. സോ ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ റൈസ് ഫ്രം ബെഡ് ആഫ്റ്റർ സ്ലീപ്പിംഗ്. നമ്മൾ ഉറക്കത്തിൽ നിന്ന് അല്ലെ, ഉറക്കം കഴിഞ്ഞിട്ട് ഈ ബെഡിൽ നിന്ന് എണീക്കുന്നതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഗെറ്റ് അപ്പ് എന്ന് യൂസ് ചെയ്യാം. ദെൻ ഗിവ് ഇൻ എന്ന് പറഞ്ഞാൽ എന്താടാ, സറണ്ടർ ഓ yield. Then give up നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള സംഭവമാണ് അല്ലേ. give up, don't give up എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. എന്തെങ്കിലും ഒരു ശ്രമമൊക്കെ നമ്മളോട് ഉപേക്ഷിക്കരുത്, അബൻഡൻ ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക, give up യൂസ് ചെയ്യുക. then go after എന്ന് പറഞ്ഞാൽ എന്താണ്, chase ചെയ്യുക. then go for എന്ന് പറഞ്ഞാൽ compete or move to attack. attack
വാക്ക് ചെയ്യാനൊക്കെ അല്ലേ മൂവ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഗോ ഫോർ യൂസ് ചെയ്യാം. ദെൻ ഗോൺ എന്തായിരുന്നു ഇവിടെ കണ്ടിന്യൂ ആണ്. ദെൻ ഗോ ത്രൂ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്പീരിയൻസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് അല്ലേ അനുഭവിക്കുന്നതിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സംഭവം റീഡ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം എക്സാമിൻ ചെയ്യാൻ നിരീക്ഷിക്കുക, ഇതിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാടാ ഗോ ത്രൂ യൂസ് ചെയ്യാം. ഓക്കെ. ദെൻ ലെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് റിലീസ് ഓഫ് ഫോർഗീവ്. ദെൻ ലുക്ക് ആഫ്റ്റർ, ലുക്ക് ആഫ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ടേക്ക് കെയർ ഓഫ് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഇത് പറയാം ലുക്ക് ആഫ്റ്റർ യൂസ് ചെയ്യാം. ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ്, ലുക്ക് ഫോർഡ് നോക്ക് ടു ഫൈൻഡ് എന്തെങ്കിലും സംഭവം അല്ലേ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നതിനൊക്കെ. എന്നാൽ മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുന്നതിനൊക്കെയാണ് എന്ത് പറയാ മേക്ക് ഔട്ട് യൂസ് ചെയ്യുക. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മേക്കപ്പ് ആണോ നോ നോക്ക് കേട്ടോ. വൺസ് മൈൻഡ് മേക്ക് എ ഡിസിഷൻ ഡിസൈഡ് എന്തെങ്കിലും അല്ലേ നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് ഡിസൈഡ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം മേക്കപ്പ് യൂസ് ചെയ്യാം. ദെൻ പേ ഓഫ് എന്ന് പറഞ്ഞാൽ ടു ബി സക്സസ്ഫുൾ. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ കൺവേ സംതിങ്, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവമൊക്കെ നമ്മൾ കൺവേ ചെയ്യാണ്, എന്തെങ്കിലും സംഭവം അല്ലേ നമ്മൾ അവതരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഏതൊരു ഐഡിയ നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ്, ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാടാ യെസ് ഇവിടെ പുട്ട് അക്രോസ് യൂസ് ചെയ്യാം. ദെൻ പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാലോ എന്താണ് യെസ് ടു സജസ്റ്റ് എൻ ഐഡിയ, നമ്മളൊരു ഐഡിയ അല്ലേ മുന്നോട്ട് വെക്കുന്നതിനൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക പുട്ട് ഫോർവേഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ പുട്ട് അക്രോസും പുട്ട് ഫോർവേഡും തമ്മിലുള്ള വ്യത്യാസം എന്താ? പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അല്ലേ, ഒരു ഐഡിയ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം നമ്മൾ കൺവേ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക പുട്ട് അക്രോസ് യൂസ് ചെയ്യുക. പക്ഷെ പുട്ട് ഫോർവേഡ് എന്ന് പറയുമ്പോൾ ടു സജസ്റ്റ് എൻ ഐഡിയ, നമ്മളൊരു ഐഡിയ അവിടെ എന്ത് ചെയ്യാണ് സജഷൻ വെക്കുകയാണ് എന്നുള്ളത് അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്ക് പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് പോസ്റ്റ് പോൺ, നീട്ടി വെക്കുന്നതിനൊക്കെയാണ് നമ്മൾ പുട്ട് ഓഫ് യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ് വിയർ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പുട്ട് ഓഫ് ആണോ അതിന്റെ ഓപ്പോസിറ്റ് അയച്ചു വെക്കുന്നതിന്? നോ അല്ല, അത് വളരെ അല്ലെ ശ്രദ്ധപൂർവ്വം നിങ്ങൾ കേൾക്കണം. ടേക്ക് ഓഫ് എന്നുള്ളതാണ് അതിന്റെ ഓപ്പോസിറ്റ് കേട്ടോ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ വിയർ ആണ്, അങ്ങനെയാണെങ്കിൽ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് റിമൂവ് ദ ക്ലോത്ത് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പുട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ നോട്ടീസ്, പുട്ട് അപ്പ് വിത്ത് മറക്കാൻ വേണ്ടി പാടില്ല, ടോളറേറ്റ് നമ്മൾ സഹിക്കുന്നതിനൊക്കെയാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ബിഗിൻ എ ജേർണി ഓർ സ്റ്റാർട്ട് ആൻ ആക്ടിവിറ്റി, എന്തെങ്കിലും ഒരു യാത്ര തുടങ്ങുന്നതിന് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുക സെറ്റ് ഔട്ട്. ദെൻ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് ആക്കാം യെസ് അറേഞ്ച് സംതിങ് എന്നുള്ളതാണ് കേട്ടോ. Then next taken aback എന്ന് പറഞ്ഞാൽ shocked or astonished. Then take off എന്ന് പറഞ്ഞാൽ എന്താണ് റിമൂവ് our cloth എന്നുള്ളത്, നമ്മൾ ജസ്റ്റ് ക്ലോത്ത് ഒക്കെ റിമൂവ് ചെയ്യുന്നതിന്. ആൻഡ് അതിന് മാത്രമാണ് ടേക്ക് ഓഫ് യൂസ് ചെയ്യാൻ. ഫ്ലൈറ്റ് ഒക്കെ ടേക്ക് ഓഫ് ചെയ്യാന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ, ഫ്ലൈറ്റ് പൊന്തുന്നതിന് നമ്മൾ ടേക്ക് ഓഫ് എന്ന് പറയാറുണ്ട്. ദെൻ അതേപോലെ തന്നെ നോക്ക് ബേർഡിന്റെ ഇതിന്റെ ഒക്കെ അല്ലെ അത് ഫ്ലൈ ചെയ്യുന്ന ബിഗിൻ ചെയ്യുന്നതിനൊക്കെ നമ്മൾ ടേക്ക് ഓഫ് യൂസ് ചെയ്യാം. ദെൻ ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണോ ടേൺ ഡൗൺ റിജക്ട് ഓർ ഡിക്ലൈൻ, നമ്മൾ എന്തെങ്കിലും സംഭവം അല്ലേ റിജക്ട് ചെയ്യുക നിരസിക്കുക, ഇതിനൊക്കെ നമുക്ക് ടേൺ ഡൗൺ യൂസ് ചെയ്യാം. ദെൻ ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അപ്പം ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ അപ്പിയർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആഗമനം എന്നൊക്കെ പറയാം, അറൈവ്, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക നമ്മൾ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ അപ്പിയർ ചെയ്യാന്നൊക്കെ പറയാം. അപ്പോൾ ആ സമയത്തൊക്കെ എന്താണ് നമുക്ക് യൂസ് ചെയ്യാം ടേൺ അപ്പ് യൂസ് ചെയ്യാം. ഓക്കെ യാ. ദെൻ നെക്സ്റ്റ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പൊ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്തു അല്ലെ, ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇതിൽ ഞാൻ കളർ മാറ്റി കൊടുത്തിട്ടുള്ള ഈ ഒരു പിങ്ക് കളറിൽ കൊടുത്തിട്ടുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് ആണ്. സ്ഥിരമായിട്ട് SSLC എക്സാമിന് ഇങ്ങനെ മാറി മാറി ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രേസൽ വെർബിന്റെ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകെ ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ. നമ്മൾ ഫ്രേസൽ വെർബ് നമ്മൾ കൃത്യമായിട്ട് കുറച്ച് ഫ്രേസൽ വെർബ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ പഠിച്ചു വെക്കണം, അതിന്റെ മീനിങ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നതാണ് കേട്ടോ. ഓക്കെ, പക്കാ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് ഏകദേശം ഇതാണ് എന്നുള്ളത്. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ള. ഓക്കെ, സോ ഇനി നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സോ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ verbs from the ones given below. എന്നിട്ട് നമുക്ക് നേരെ തന്നിട്ടുള്ള എന്താടാ ഒരു പാരഗ്രാഫ് അങ്ങോട്ട് തന്നിട്ടുണ്ട് അല്ലേ. സോ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. ദ നെവർ നെവർ നെസ്റ്റ് എന്നുള്ള ഒരു ചെറിയൊരു പാരഗ്രാഫ് പോലെയാണ് തന്നിട്ടുള്ളത്, അതിലെ സംഭവമാണ് കേട്ടോ. സോ ഇവിടെ ഓൺ ചെയിനും ജാക്കും ജില്ലിനെ ഒക്കെ പറ്റി പറയുന്നുണ്ട്. എന്നിട്ട് ആ പാരഗ്രാഫിൽ കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ നമുക്ക് കാണാം അല്ലെ, ബ്ലാങ്ക് നമുക്ക് കാണാം. എന്നിട്ട് ബ്രാക്കറ്റിൽ എന്തുണ്ട് ഫ്രേസൽ വെർബ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആപ്റ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ നോക്ക് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ പാരഗ്രാഫ് നമ്മളൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, സോ ഇവിടെ എന്താ പറയുന്നത് on chain thought Jack and Jill were working hard to dash very well in their life. ആൻറ്റീന് എന്താണ് തോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ജാക്കും ജില്ലും അല്ലെ, ജാക്കും ജില്ലും ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ലൈഫിൽ അല്ലെ, എന്തോന്ന് നല്ല അടിപൊളി ആവാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ അത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ ഫിൽ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്ക് ബട്ട് ഷീ കുഡന്റ് ഡാഷ് ദ ഐഡിയ ഓഫ് ഇൻസ്റ്റാൾമെന്റ് പ്ലാൻ. പക്ഷെ അവക്ക് ഈ ഒരു ഇൻസ്റ്റാൾമെന്റ് പ്ലാനുമായിട്ട് ഈ ഒരു ഐഡിയയുമായിട്ട് എന്തോ ഒന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതെന്താണ് എന്നുള്ളത് നമ്മൾ അവിടെ ഫിൽ ചെയ്യണം. നെക്സ്റ്റ് നോക്ക് ഷീ ഗേവ് ദം എ ചെക്ക് അല്ലെ, അവര് എന്ത് ചെയ്തു
ഇവർക്കൊരു ചെക്ക് കൊടുത്തു അല്ലെ, ജാക്കിനും ജില്ലിനും ചെക്ക് കൊടുത്തു. and asked them to dash one of their bills. എന്നിട്ട് അവരുടെ ഏതെങ്കിലും ഒരു ബില്ല് എന്തോ ഒന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതെന്താ എന്നുള്ളത് അറിയണം അല്ലെ. യെസ്, നെക്സ്റ്റ് നോക്ക്. ഷീ റിമൈൻഡഡ് them that if they didn't pay their bills, അവരെ ഓർമ്മിപ്പിച്ചു എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ആന്റി ഇവിടെ ഓർമ്മിപ്പിച്ചത്? യെസ്, അവരുടെ അല്ലെ, if they didn't pay their bills, അവരുടെ ബില്ല് പേ ചെയ്തിട്ടില്ലെങ്കിൽ they would dash in the street, അവര് സ്ട്രീറ്റിൽ എന്തോ ഒന്നായി പോയി എന്ന് പറയുന്നുണ്ട് അല്ലെ. അത് കൃത്യമായിട്ട് നമ്മൾ ആപ്റ്റ് ആയിട്ടുള്ളത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഫിൽ ചെയ്യണം. സോ നമുക്ക് അപ്പൊ എന്തറിയണം, തന്നിരിക്കുന്നതിൽ ഓരോന്നിന്റെ മീനിങ് നമുക്കറിയണ്ടേ. സോ എക്സാമിനിടെ മക്കളെ ഇവിടെ വരെ ഉണ്ടാവുള്ളൂ കേട്ടോ, ഇവിടെ വരെ ഉണ്ടാവുള്ളൂ, ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അതിന്റെ താഴെ ഞാനൊരു ബോക്സിൽ ഫ്രേസൽ വെർബ് അതിന്റെ മീനിങ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. എക്സാമിന് നമുക്ക് ഇതേപോലെയുള്ള മീനിങ് തരുമോ? നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ തന്നിരിക്കുന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് എന്താ? പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ടോളറേറ്റ് ആണല്ലോ, ടോളറേറ്റ് ആണ്. ഓക്കെ, ഇവിടെ ഉണ്ട് അല്ലെ. യെസ്, ഇവിടെ ഉണ്ട്. ദെൻ പേ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ബി സക്സസ്ഫുൾ എന്നുള്ള മീനിങ് ആണ്. ദെൻ എൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ടു ബി ഇൻ എ പ്ലേസ് ഓർ സിറ്റുവേഷൻ അല്ലെ. ദെൻ അതേപോലെ തന്നെ ഗെറ്റ് അലോങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേക്ക് എ ഫ്രണ്ട്ലി റിലേഷൻ അല്ലെങ്കിൽ മാനേജ് എ സിറ്റുവേഷൻ എന്നുള്ളതാണ് അല്ലെ. യെസ്, അങ്ങനെയാണെങ്കിൽ ടേക്കൺ അബാക്ക് എന്താണ് ശരിക്കും? ടേക്കൺ അബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോക്ക് ആകുന്നതിന് അല്ലെങ്കിൽ ആസ്റ്റോണിഷ് എന്നുള്ള മീനിങ് ഒക്കെയാണ് വരിക അല്ലെ. അപ്പൊ ഇവിടെ നോക്കും. ഓൺ ജെയിൻ തോട്ട് Jack and Jill were working hard to dash very well in their life. അവരുടെ ലൈഫിൽ അല്ലെ എന്തോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വർക്കിംഗ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആന്റി വിചാരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സോ അവിടെ എന്താ വരിക, ഏതാണ് വരിക ശരിക്കും? ഗെറ്റ് അലോങ് ആണ് വരിക അല്ലെ. ഗെറ്റ് അലോങ് ആണ് വരിക എന്നുള്ളതാണ്. കാരണം അവരുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ ഗെറ്റ് അലോങ് ആണ് മാച്ച് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നോക്ക്. ബട്ട് ഷീ കുഡന്റ് ഡാഷ് ദ ഐഡിയ ഓഫ് ഇൻസ്റ്റാൾമെന്റ് പ്ലാൻസ്. പക്ഷെ അവർക്ക് ഈ ഇൻസ്റ്റാൾമെന്റ് പ്ലാൻസിന്റെ ഐഡിയയുമായിട്ട് നമ്മുടെ ആന്റിക്ക് എന്തോന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താണ്? പുട്ട് അപ്പ് വിത്ത്, അതായത് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ ഈ ഒരു ഐഡിയ? നോ, അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെ. സോ ഇവിടെ ഏതാണ് വരിക? അപ്പോൾ പുട്ട് അപ്പ് വിത്ത് എന്നുള്ളതാണ് വരിക അല്ലെ. നെക്സ്റ്റ് നോക്കും. ഷീ ഗേവ് them a check and asked them to dash one of their bills. എന്തോന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലെ. അവരുടെ ഒരു ബില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എന്തോന്ന് ചെയ്യണം, എന്ത് ചെയ്യാനാ ശരിക്കും? പേ ഓഫ് ചെയ്യാനാ അല്ലെ. ഒന്നെങ്കിൽ അടക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ് മാച്ച് ആയിട്ടുള്ളതാ? പേ ഓഫ് ആണ് അല്ലെ. പേ ഓഫ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്ക്. ഷീ റിമൈൻഡഡ് them that if they didn't pay their bills, അവരുടെ ബില്ല് പേ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ആന്റി അവരെ ഓർമ്മപ്പെടുത്തിയത്? they would dash in the street. അവർ സ്ട്രീറ്റിൽ എന്തോന്നായി പോവും? എന്താണ് ആയി പോവുക? യെസ്, end up എന്നുള്ള അല്ലെ. ആ ഒരു തെരുവിൽ ഇറങ്ങേണ്ടി വരും എന്നുള്ള രീതിയിലാണ്, ആ ഒരു സിറ്റുവേഷനിലേക്ക് അവർ എത്തും എന്നുള്ള. അപ്പം end up in the street എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ end up എന്നുള്ളതാണ് ഇവിടെ വരാം. സിമ്പിൾ അല്ലേ? നമ്മള് 4 മാർക്ക് നമുക്ക് ഇവിടെ കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ നോക്കാം, ഇതിന് ആൻസേഴ്സ് ആണ്. സോ നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവിടെ എന്താ പറഞ്ഞത് നോക്ക്. fill in the blanks using the right phrasal verbs from the ones given in the box. Okay, so question നോക്കാം. A lot of people dash to watch the shooting of the film. എന്താ പറഞ്ഞേ? ഒരുപാട് ആളുകൾ അല്ലേ ഡാഷ് എന്തോന്ന് ചെയ്തിട്ടുണ്ട്? ടു വാച്ച് ദ ഷൂട്ടിംഗ് ഓഫ് ദ ഫിലിം ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അവിടെ പറയേണ്ടത് അല്ലെ. നെക്സ്റ്റ് നോക്ക്. ദ ഫിലിം ക്രൂ ഡാഷ് റിക്വസ്റ്റിംഗ് ദ പീപ്പിൾ ടു ക്ലിയർ ദ ഫീൽഡ്. ഫിലിം ക്രൂ ഒരുപാട് തവണ അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്? റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അവരോട് ആ ഒരു ഫീൽഡിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട്, പാടത്ത് അല്ലെ അവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബട്ട് ആൾ ദ റിക്വസ്റ്റ് വെർ ഡാഷ് ബൈ ദ ബിഗ് ക്രൗഡ്. പക്ഷെ എല്ലാ റിക്വസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഈ വലിയ ആൾക്കൂട്ടം എന്തോന്ന് ചെയ്യുന്നുണ്ട്? കേൾക്കുന്നില്ല എന്നുള്ളതാണല്ലേ, നിരസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദാറ്റ് അസംബിൾ അവിടെ അസംബിൾ ചെയ്തിട്ടുള്ള ആൾക്കാർ. സോ ബട്ട് വെൻ ദ ടൈഗർ എമർജ്ഡ് ഫ്രം ദ കേജ്, പക്ഷേ ആ കേജിൽ നിന്ന് ഈ ഒരു ടൈഗർ അല്ലെ പുറത്തേക്ക് വന്നിട്ടുള്ള സമയത്ത് ആൻഡ് ഡാഷ് ദ ക്രൗഡിന്റെ നേരെ എന്തോന്ന് ചെയ്യാൻ വേണ്ടി പോയി? ദേ റാൻ ഫോർ ദിയർ ലൈഫ്സ്. അവരവരുടെ ജീവന് വേണ്ടിയിട്ട് അവർ ഓടി എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇവിടെ തന്നെന്താ? പുട്ട് അപ്പ് വിത്ത് തന്നിട്ടുണ്ട്. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്, ഗോൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആണ്, ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റിജക്റ്റ് ആണ് എന്നുള്ള അല്ലെ. ഗോ ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ് ടു അറ്റാക്ക്. ദെൻ ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പിയർ എന്നുള്ള അല്ലെ. ഓക്കെ, അപ്പൊ നോക്ക് ഇവിടെ ഏതാ വരിക? എ ലോട്ട് ഓഫ് പീപ്പിൾ ഡാഷ് ടു വാച്ച് ദ ഷൂട്ടിംഗ് ഓഫ് ദ ഫിലിം എന്ന് വരും. ആ പുട്ട് അപ്പ് വിത്ത് വരുമോ? ഇല്ല. ടോളറേറ്റ് എന്നുള്ള വരില്ല. ഗോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂ എന്നുള്ള വരും. നോ. ദെൻ ടേൺ ഡൗൺ റിജക്റ്റ് ആണ് വരിക. നോ. ദെൻ ഗോ ഫോർ മൂവ് ടു അറ്റാക്ക് ആണോ? ലോട്ട് ഓഫ് പീപ്പിൾ? നോ. പിന്നെ ഏതാ വരിക? ടേൺ അപ്പ്, അപ്പിയർ ചെയ്തിട്ടുണ്ട്, അറൈവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ് വരിക? ടേൺ അപ്പ് ആണ് വരിക എന്നുള്ളതാണ്. ഓക്കെ, ടേൺ അപ്പ് ടു വാച്ച് ദ ഷൂട്ടിംഗ് ഓഫ് ദ ഫിലിം. നെക്സ്റ്റ് നോക്ക്. ദ ഫിലിം ഡാഷ് റിക്വസ്റ്റ്
unable to clear the field. ആ ഫിലിം ക്രൂ ഒരുപാട് തവണ എന്ത് അവരോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അവിടെ ഏതാണ് വരിക? ശരി, ഗോ ഓൺ എന്നുള്ള വരിക. പലതവണ അത് അവരിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആ റിക്വസ്റ്റ് എന്നുള്ള അല്ലെ. അവരിങ്ങനെ അപേക്ഷിക്കാണ്, ഒന്ന് അവിടുന്ന് മാറോ എന്നുള്ള അല്ലെ. അപ്പൊ ഗോ ഓൺ ആണ് വരിക. ബട്ട് ആൾ ദ റിക്വസ്റ്റ് were dashed by the big crowd. പക്ഷെ എല്ലാ റിക്വസ്റ്റും എന്ത് ചെയ്തിട്ടുണ്ട്? ഇവര് നിരസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഏതാണ് അവിടെ വരിക? ടേൺ ഡൗൺ എന്നുള്ളതാണ് വരിക അല്ലെ. ടേൺ ഡൗൺ എന്നാണ് ഇവിടെ വരിക. ഓക്കെ. ബട്ട് when the tiger emerged from the cage and dashed the crowd, ക്രൗഡിന് എന്താ ചെയ്യാൻ വേണ്ടി പോയേ? എന്താ ചെയ്യാൻ വേണ്ടി പോയത്? ഗോ ഫോർ ആണ് അല്ലെ. യെസ്, ഗോ ഫോർ അഥവാ മൂവ് ടു അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് they ran for their lives, അവരുടെ ജീവന് വേണ്ടി ഓടി. ഓക്കെ. അപ്പൊ ഇതിൽ വരാത്തത് ഏതാ? പുട്ടപ്പ്. ഇത് മാത്രം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് മാച്ച് ആയിട്ട് നമ്മൾ ഇവിടെ കൊടുത്തു. സോ വീണ്ടും നമ്മൾ എന്ത് കരസ്ഥമാക്കിയിരിക്കുന്നു? 4 മാർക്ക് നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. സോ മക്കളെ ഈസി ആണല്ലോ ഇത്. യെസ്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് പാസ്റ്റിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫ്രേസൽ വെർബ് പാസ്റ്റിലേക്ക് മാറ്റി കൊടുക്കാം. സോ ടേൺ അപ്പ് എന്നുള്ളത് എന്താവാം? നമുക്ക് turned up എന്നാക്കാം, turn down എന്നാക്കാം, go on എന്നുള്ളത് went on എന്നാക്കാം, go for എന്നുള്ളത് went for എന്ന് അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പാസ്റ്റിലേക്ക് ഇവിടെ മാറ്റാം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇനി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? അത് മാറ്റിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമുക്ക് തന്നിരിക്കുന്ന ഫ്രേസൽ വെർബ് ഇതേപോലെ കൊടുത്താൽ മതി. പക്ഷെ നമുക്ക് എഡിറ്റിങ്ങിലൊക്കെ ഇതേപോലെ വന്ന് നമുക്ക് എന്ത് ചെയ്യാം? യെസ്, നമുക്ക് അതിന്റെ ടെൻസ് മാറ്റി കൊടുക്കാം എന്നുള്ള കേട്ടോ. ഓക്കെ. സോ ഇനി നേരെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. സോ നോക്ക്, കംപ്ലീറ്റ് ദ ഫോളോയിങ് passage choosing appropriate phrasal verbs from the ones given below. എന്നിട്ട് നേരെ അല്ലേ വാങ്ക എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാരഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നോക്ക്, വാങ്ക tried his level best to dash the torture his master had inflicted on him. അതായത് വാങ്ക അല്ലെ, ആ വാങ്ക അവന്റെ നേരെ ഉണ്ടായിട്ടുണ്ടായിരുന്ന പീഡനങ്ങൾ എന്തോ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നല്ല. ബട്ട് ഇറ്റ് വാസ് unbearable for him. പക്ഷെ അതൊക്കെ അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. He tried to dash this to other apprentices. പക്ഷെ ബാക്കിയുള്ള അപ്രന്റീസസുമായിട്ട് ഇവൻ ഇത് എന്തോന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് എന്താണ് എന്നുള്ളത് അല്ലെ. ആൻഡ് ദെൻ ഹി ഡിസൈഡഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ. അങ്ങനെയാണ് അവൻ എന്ത് തീരുമാനിക്കുന്നത്? ഗ്രാൻഡ് ഫാദറിന് ലെറ്റർ അയക്കാൻ വേണ്ടിയിട്ട് അവൻ ഡിസൈഡ് ചെയ്യുന്നത്. ഹോപ്പിംഗ് ഹി വുഡ്, എന്താണ് അവൻ പ്രതീക്ഷിക്കുന്നത്? ഗ്രാൻഡ് ഫാദർ ഡാഷ് ദ ലെറ്റർ അല്ലെ. എന്തോന്ന് ചെയ്യും? ലെറ്റർ എന്താ ചെയ്യാ? ലെറ്റർ എന്താ ചെയ്യാ? യെസ്, അതന്നെ. ആൻഡ് ഡാഷ് ദ ട്രബിൾസ് വാങ്ക വാസ് ഫേസിങ്. ആൻഡ് വാങ്ക ഫേസ് ചെയ്യുന്ന, വാങ്ക അനുഭവിക്കുന്ന ട്രബിൾസ് അല്ലെ, അവന്റെ ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ പ്രയാസങ്ങള് ആ ഗ്രാൻഡ് ഫാദർ ഡാഷ് ആക്കും, അതായത് മനസ്സിലാക്കും എന്നുള്ളതായിരിക്കും. അപ്പൊ യോജിച്ചിട്ടുള്ള ഫ്രേസൽ വെർബ് നിങ്ങൾ എന്ത് ചെയ്യാം മക്കളെ? ഈ 4 എണ്ണത്തിന് ആപ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആൻഡ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, ഈ വീഡിയോക്ക് താഴെ ഇതിന് ആൻസേഴ്സ് നിങ്ങൾ മക്കളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്തായാലും ഫ്രേസൽ വെർബ് സെറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് മക്കളെ ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത്, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നുള്ളതാണ്. സോ മക്കളെ അടിപൊളിയായിട്ട് പഠിച്ചോ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.